കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനം കടുത്ത നിയന്ത്രണത്തിലേക്ക്. സ്കൂൾ അടയ്ക്കുന്ന കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പ്രാഥമിക ചർച്ച നടത്തി. മറ്റ് നിയന്ത്രണങ്ങളുടെ കാര്യത്തിലും നാളെ നടക്കുന്ന അവലോകന യോഗം തീരുമാനമെടുക്കും. സംസ്ഥാനത്ത് ക്രമാതീതമായി കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുകയാണ്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ കോവിഡ് TPR 20-ന് മുകളിലാണ്. സംസ്ഥാനത്ത് ആകെ 17.5 TPR. ഡെൽറ്റ വകഭേദമാണ് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന് കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് നിഗമനം. ഒമിക്രോൺ സാന്നിധ്യവും ഉയരുന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകാൻ സർക്കാർ ആലോചിക്കുന്നത്. സ്കൂളുകളിൽ നിയന്ത്രണം വരും. 10, 11, 12 ക്ലാസുകൾ ഇപ്പോഴത്തേതുപോലെ തുടർന്ന ശേഷം പ്രൈമറി ക്ലാസുകൾ ഓൺലൈനാക്കാനാണ് ശുപാർശ. മുഖ്യമന്ത്രിയുമായി വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തി. കോവിഡ് ഒമിക്രോണിൻ്റെ വ്യാപനത്തെ തുടർന്ന് നമ്മുടെ സ്കൂളുകൾ അടയ്ക്കണോ വേണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തു. ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ 3 മണിക്ക് കൂടുന്ന കോവിഡ് അവലോകന യോഗത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായം കൂടെ മാനിച്ചുകൊണ്ട് ഒരു അന്തിമ തീരുമാനമെടുക്കാമെന്ന് തീരുമാനിച്ചു. വാരാന്ത്യ ലോക്ക്ഡൌൺ അടക്കം ആലോചിക്കുന്നുണ്ട്. ഹോട്ടലുകൾ, ഷോപ്പിംഗ് മാളുകൾ, സൂപ്പർ മാർക്കറ്റുകളിലടക്കം ആൾക്കൂട്ടം ഉണ്ടാകാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും. പൊതുഗതാഗതത്തിന് നിയന്ത്രണം ആലോചിച്ചിട്ടില്ല എന്നും സർക്കാരിന്റെ പൊതു തീരുമാനത്തിന്റെ ഭാഗമായുള്ള നിയന്ത്രണം KSRTCയിലും നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജ് പറഞ്ഞു. ഗതാഗത വകുപ്പിന് മാത്രമായി, KSRTCക്ക് മാത്രമായി ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയില്ല. ഗവൺമെൻറ് പൊതുവായി എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ KSRTCയും പൊതുഗതാഗത മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഏർപ്പെടുത്തുന്നതാണ്. നാളെ വൈകിട്ട് 4-നാണ് അവലോകന യോഗം ചേരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പല കോളേജുകളും പൂർണ്ണമായും ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറി. തിരുവനന്തപുരം CETയിൽ 50-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. യൂണിയൻ തെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെയാണ് പല കോളേജുകളിലും കോവിഡ് വ്യാപനം രൂക്ഷമായത്. തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 50-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകളിലടക്കം സ്ഥിതി ഗുരുതരമാണ്. CET താൽക്കാലികമായി അടച്ചു. തിരുവനന്തപുരത്തെ മറ്റൊരു കോളേജായ പൂജപ്പുര LBSൽ ഓൺലൈൻ ക്ലാസുകൾ മാത്രമാണ് നടക്കുന്നത്. ഹോസ്റ്റലുകളിലടക്കം നിരവധി പേർക്ക് കോവിഡ് ബാധിച്ച സാഹചര്യത്തിൽ ഈ മാസം 21 വരെ ഓൺലൈൻ ക്ലാസുകൾ മാത്രമായിരിക്കുമെന്ന അറിയിപ്പാണ് വിദ്യാർത്ഥികൾക്ക് കോളേജ് അധികൃതർ നൽകിയിരിക്കുന്നത്. കുന്നുകുടി ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലും സ്ഥിതി ഗുരുതരമാണ്. കോളേജുകളിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് ബാധിച്ച വിദ്യാർത്ഥികളുടെ കണക്കെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. സ്കൂളുകളിലെ ക്ലാസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പുറമെ കോളേജുകളിൽ നിയന്ത്രണം വേണമോ എന്ന കാര്യത്തിലും നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗം തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 2.5 ലക്ഷത്തിലേക്ക്. ഒരു ദിവസത്തിനിടെ 2,47,417 പേർക്കാണ് രോഗം ബാധിച്ചത്. ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 5,488 ആയി വർദ്ധിച്ചു. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം വൈകിട്ട് ചേരും. നടിയെ ആക്രമിച്ച കേസിൽ തെളിവ് തേടി നടൻ ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന. ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലും സിനിമാ നിർമ്മാണ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷനിലും ഒരേ സമയം പരിശോധന നടക്കുകയാണ്. SP MP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ്. ഗേറ്റ് ചാടിക്കടന്നാണ് ഉദ്യോഗസ്ഥർ ദിലീപിന്റെ വീട്ടിൽ പ്രവേശിച്ചത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്തിനാണ് ഈ ഗേറ്റ് ചാടി കടക്കേണ്ട സാഹചര്യം വന്നത്? സ്വാഭാവികമായിട്ടും പരിശോധനയ്ക്ക് അതേക്കുറിച്ച് അറിയിച്ചാൽ വഴങ്ങുകയില്ലായിരുന്നു അവർ. സനീഷ, ദിലീപ് അതോടൊപ്പം തന്നെ സഹോദരൻ അനൂപ് ഇവരുടെ വീടുകളിലാണ് പരിശോധന നടക്കുന്നത്. ദിലീപ് വീട്ടിലില്ല, ദിലീപ് വിദേശത്താണ് എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഇതിൽ അനൂപിന്റെ വീട്ടിലായിരുന്നു. മറ്റ് ആരുമില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇവിടേക്ക് എത്തുന്നത് എന്നാണ് ഒടുവിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇതൊരു ഓട്ടോമാറ്റിക് ഗേറ്റ് ലോക്ക് സംവിധാനങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്. അവർക്ക് തുറന്ന് അകത്തേക്ക് കയറാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാനോ ആരും കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ടാണ് അകത്തേക്ക് ഈ രീതി വിക്കറ്റ് ഗേറ്റിൻ്റെ മുകളിലൂടെ ചാടിക്കയറുകയും അതിനുശേഷം മുകളിലേക്ക് ചെന്ന് വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം മാത്രമാണ് അകത്തേക്ക് കയറാൻ കഴിഞ്ഞത്. എന്തായാലും
പരിശോധന, ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന തുടരുകയാണ്. ഇപ്പോൾ 1 മണിക്കൂറിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് നാളെ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വിധിക്ക് വേണ്ടി വരുന്നൊരു സാഹചര്യത്തിലാണ് ഈ പരിശോധന നടക്കുന്നതെന്നതാണ്. ഇതിൽ വളരെ നിർണായകമായ ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ബാലചന്ദ്രകുമാറിനെ മൊഴിയെടുക്കുമ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യം, ബാലചന്ദ്രകുമാർ ഇതിൽ ഈ ദൃശ്യങ്ങൾ ഇതുവരെയും നഷ്ടപ്പെട്ടിട്ട് പോയിട്ടില്ല എന്നൊരു സൂചനകൾ വ്യക്തമായും തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. ഇത് തന്നെയാണ് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത്. ഈ മൊഴിയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അന്വേഷണ സംഘം ഇപ്പോൾ തിരച്ചിലിനുള്ള അനുമതി തേടുകയും പിന്നീട് ഇത് ലഭിക്കുകയും ചെയ്തത്. ഈ സുപ്രധാന പരിശോധനയിൽ പ്രധാനമായും തന്നെ ഈ തെളിവുകൾ വീണ്ടെടുക്കുക എന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഈ തെളിവുകൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടിയുള്ള പല തെളിവുകളും അതിന് അടുപ്പിച്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഈ തൊട്ടടുത്ത ദിവസം, അതായത് നാളെ ഇത് മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ തെളിവുകൾ വീണ്ടെടുക്കാനുള്ള ഒരു അവസാന ശ്രമത്തിലേക്ക് വരുന്നത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി 2 കേസുകൾ, തുടരന്വേഷണത്തിന്റെ കേസും അതോടൊപ്പം തന്നെ പിന്നീട് രജിസ്റ്റർ ചെയ്ത ഗൂഢാലോചന കേസും, അതിൽ ദിലീപ് ജാമ്യമില്ലാത്ത കേസിൽ 1-ാം പ്രതി കൂടിയാണ്. ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലുള്ളത് ഈ ദൃശ്യങ്ങൾ വീട്ടിൽ വെച്ച് നമ്മളിപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, പത്മസരോവരം എന്ന ദിലീപിന്റെ വീടാണ് ആലുവയിൽ. ഇവിടുത്തെ ഹാളിൽ വെച്ചായിരുന്നു ദിലീപ് ദൃശ്യങ്ങൾ കണ്ടത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു VIP കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ ദൃശ്യങ്ങൾ സംബന്ധിച്ച പിന്നീട് ഇത് സംബന്ധിച്ച് പലരും കണ്ടതായുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വളരെ രഹസ്യമായി തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു വിവരത്തിലേക്ക്, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. എങ്കിൽ അത് ഏറ്റവും സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുന്ന ഒരിടം എന്ന രീതിയിലാണ് അതായത് ഈ ദൃശ്യങ്ങൾ ദിലീപ് കണ്ടു എന്ന് ബാലേന്ദ്രകുമാർ പറയുന്ന ഈ ദൃശ്യങ്ങൾ വളരെ നിർണായകമായുള്ള തെളിവുകളാണ്. ഇതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. അത് ദിലീപ് കണ്ടു വീട്ടിൽ വെച്ച് എന്ന് ബാലേന്ദ്രകുമാർ പറയുന്ന സ്ഥിതിക്ക് അത് ഈ വീട്ടിലുണ്ടാകും എന്നതാണോ പോലീസിൻ്റെ പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ചിൻ്റെ പരിശോധനയ്ക്ക് കാരണമായത് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ഇത് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം സഹായം ലഭിച്ചു എന്നൊക്കെ അന്തരീക്ഷത്തിൽ വാർത്തകളും സൂചനകളും ഒക്കെ ഉണ്ട്. ഈ കേസ്, അതിൻ്റെ അന്വേഷണം ദിലീപിനെതിരായിട്ട് കൂടുതൽ മുറുകി വരികയാണോ? തീർച്ചയായും സനീഷ്, കാരണം അത് വളരെ ശക്തമായ രീതിയിലേക്ക് അന്വേഷണം പോകുന്നു. പ്രത്യേകിച്ച് ഈ തുടരന്വേഷണ ഘട്ടത്തിൽ പല സാക്ഷികൾ അടക്കം വീണ്ടും സാക്ഷികൾ ഉണ്ടാകും. പല സാക്ഷികളും തന്നെയും ഇതിൽ നേരത്തെ പറഞ്ഞിരുന്നവർ പലതും തിരുത്തി പറയാൻ തയ്യാറാകുമെന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം ബാലചന്ദ്രകുമാർ നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ, കാരണം അത് ഏറ്റവും കൃത്യമായും സുരക്ഷിതമായും സൂക്ഷിക്കാൻ ആരാണോ ഇത് നിർദ്ദേശം നൽകിയിരുന്നത് അയാൾ തന്നെ ആകും ദിലീപ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എങ്കിൽ അത് ദിലീപിന്റെ തന്നെ സുരക്ഷയിൽ തന്നെയായിരിക്കും സൂക്ഷിച്ചിരിക്കുക. ഏറ്റവും സുരക്ഷിതമായത് സൂക്ഷിച്ചിരിക്കുന്ന ഇടവും അത് തന്നെയാകുമെന്ന നിഗമനമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ബാലചന്ദ്രകുമാർ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്ന് ദൃശ്യങ്ങൾ കണ്ടതിനു ശേഷം അത് തിരിച്ചു പോയിട്ടില്ല എന്നത്, അത് നശിപ്പിക്കപ്പെട്ടിട്ടില്ല, തിരിച്ചു പോയിട്ടില്ല, അതായത് ദിലീപ് തന്നെ സൂക്ഷിക്കുന്നു എന്നതാണ് ബാലചന്ദ്രകുമാർ നൽകിയ വിവരം എന്ന് പറയുന്നത്. എങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള ഒരു അവസാനവട്ട ശ്രമത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘവും നീങ്ങുന്നത്. വളരെ സുപ്രധാനമാണ് ഈ കേസിൽ, കാരണം മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം നാളെ പരിഗണിക്കപ്പെടുന്ന സാഹചര്യം. നാളെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്ത് തീരുമാനമാകുന്നുവോ അത് തന്നെയായിരിക്കും ഈ കേസിന്റെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിലും വളരെ അതിന്റെ ഒരു ഗതി നിർണ്ണയിക്കുക എന്ന് പറയുന്നത്. അതിൽ ഗൂഢാലോചന കേസ് അടക്കം വന്നിട്ടുണ്ട്. ഗൂഢാലോചന കേസിൽ മുഖ്യപ്രതി 1-ാം പ്രതി തന്നെയാണ് ദിലീപ്. അതുകൊണ്ട് ഈ കേസിൽ ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെളിവുകൾ വീണ്ടെടുക്കുകയോ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ നാളെ ഇത് കേസ് പരിഗണിക്കുന്ന വേളയിൽ അത് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് തന്നെയാകും സമർപ്പിക്കപ്പെടുക. പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന്റെ പക്ഷപാതപരമായ ഒരു പെരുമാറ്റമാണ് തന്നെ 2ാമത്തെ കേസിൽ കുടുക്കിയതെന്ന അടക്കമുള്ള ദിലീപിന്റെ വാദങ്ങൾ നിലനിൽക്കുമ്പോൾ അത് നിരർത്ഥകമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘത്തിന് ഈ തെളിവുകൾ വീണ്ടെടുത്താൽ അത് കേസിൽ വളരെ സുപ്രധാനം തന്നെയായിരിക്കും. ആ രീതിയിലേക്കുള്ളൊരു പരിശോധനയാണ് പുരോഗമിക്കുന്നത്. സനീഷ, ശരി, നന്ദി ഡാനിയ വിവരങ്ങൾക്ക്. ദിലീപിനെതിരായിട്ടുള്ള അന്വേഷണം പോലീസ്, ക്രൈംബ്രാഞ്ച് കൂടുതൽ മുറുക്കുകയാണ്. ഈ ദൃശ്യങ്ങളടങ്ങിയ സംവിധാനം CD മറ്റോ അവിടെ ഉണ്ടാകും എന്ന ധാരണയിലാണ് പോലീസ് ഇപ്പോഴും. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ പോലീസിനുണ്ടായിട്ടുണ്ട്.
മറ്റ് വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചതിനെതിരെ നടപടിക്ക് CPM. പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ കടുത്ത അവമതിപ്പുണ്ടാക്കിയ സംഭവത്തിൽ CPM സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തെ ശക്തമായ അതൃപ്തി അറിയിച്ചു. ജാഗ്രത കുറവ് സംഭവിച്ചെന്നും പ്രവർത്തകർ എത്തിയപ്പോൾ പരിപാടി ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് തിരുവാതിര നടത്തിയതിൽ മാത്രമല്ല, SFI പ്രവർത്തകന്റെ രക്തസാക്ഷ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമായി പോയി നടപടിയെന്നാണ് വിമർശനം. പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന നടപടിയിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടു. സംഭവിച്ചുപോയി, അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാണ്, ഒഴിവാക്കേണ്ടതായിരുന്നു. അതിൽ ഇനിയിപ്പോൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചാണ് പരിപാടി നടത്തിയതെന്നാണ് വിശദീകരണമെങ്കിലും ഇക്കാര്യത്തിൽ ജാഗ്രത കുറവ് വന്നുപോയെന്ന് ജില്ലാ നേതൃത്വം അംഗീകരിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരം പ്രവർത്തകർ എത്തിയപ്പോൾ പരിപാടി മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിശദീകരണം. പാറശാല ഏരിയ കമ്മിറ്റിക്കായിരുന്നു സംഘാടന ചുമതല. നേതാക്കളെ സ്തുതിക്കുന്ന തരത്തിൽ തിരുവാതിര അവതരിപ്പിച്ചതിലും കടുത്ത അതൃപ്തിയുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രാദേശിക നേതൃത്വമാണ് തിരുവാതിരയ്ക്ക് പരിശീലനം നൽകുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തത്. ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം കേട്ട ശേഷം കൂടുതൽ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കാര്യമായ സംഘടനാ പ്രശ്നങ്ങളില്ലാത്ത തിരുവനന്തപുരം ജില്ലയിൽ സംഘാടനത്തിലുണ്ടായ ഗുരുതര പിഴവ് സമ്മേളനത്തിൽ ഉടനീളം ചർച്ചയാകുമെന്ന് ഉറപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. മുഷാവറ യോഗത്തെക്കുറിച്ച് ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ വന്ന വാർത്തയ്ക്കെതിരെ സമസ്ത. ചന്ദ്രിക വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും പ്രവർത്തകർ വഞ്ചിതരാകരുത് എന്നും സമസ്ത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. സമസ്ത യോഗത്തിൽ ജിഫ്രി തങ്ങൾക്ക് വിമർശനമുണ്ടായെന്നും ലീഗിന് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്നുമായിരുന്നു ചന്ദ്രികയുടെ വാർത്ത. ഹരിത മുൻ നേതാക്കൾക്കൊപ്പം നിന്ന MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂരിനെതിരെ നടപടിയുമായി മുസ്ലിം ലീഗ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ലത്തീഫ് തുറയൂരിനെ നീക്കി. സംസ്ഥാന കമ്മിറ്റി പ്രവർത്തനത്തിൽ ഏകോപനമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഉത്തർപ്രദേശിൽ BJPക്ക് വീണ്ടും തിരിച്ചടി. ഒരു MLA കൂടി പാർട്ടി വിട്ടു. ഷിക്കോഹാബാദ് MLA മുകേഷ് വർമ്മയാണ് പാർട്ടി വിട്ടത്. BJP വിടുന്ന 7ാമത്തെ MLA ആണ് മുകേഷ് വർമ്മ. കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 125 സ്ഥാനാർത്ഥികളിൽ 50 പേർ വനിതകളാണ്. ഉന്നാവ് പെൺകുട്ടിയുടെ അമ്മയും സ്ഥാനാർത്ഥിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉത്തർപ്രദേശിൽ BJPയെ പ്രതിസന്ധിയിലാക്കി MLA-മാരുടെ രാജി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ഷിക്കോഹാബാദ് MLA മുകേഷ് വർമ്മയാണ് രാജിവെച്ചത്. 2 ദിവസത്തിനിടെ രാജിവെക്കുന്ന 7ാമത്തെ MLA-യാണ് മുകേഷ്. യോഗി സർക്കാർ ദളിത്, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ, കർഷകർ, തൊഴിൽ രഹിതർ എന്നിവരെ അവഗണിക്കുകയാണെന്ന് മുകേഷ് വർമ്മ ആരോപിച്ചു. വനം പരിസ്ഥിതി മന്ത്രി ദാരാ സിംഗ് ചൌഹാൻ, തൊഴിൽ വകുപ്പ് മന്ത്രി സ്വാമി പ്രസാദ് മൗര്യ എന്നിവർക്ക് പുറമെ MLA-മാരായ റോഷൻലാൽ വർമ്മ, ബ്രജേഷ് പ്രതാപ് പ്രജാപതി, ഭഗവതി സാഗർ, വിനയ് ശാക്യ എന്നിവരും രാജിവെച്ചിരുന്നു. അതേസമയം കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 125 സ്ഥാനാർത്ഥികളിൽ 50 പേർ വനിതകളാണ്. ഉന്നാവിൽ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയും സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ 40% യുവാക്കളുമുണ്ട്. ന്യൂസ് 18 ഡൽഹി. SFI പ്രവർത്തകൻ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിഖിൽ പൈലി, ജെറിൻ ജോജോ എന്നിവരെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാണ് ഇടുക്കി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയത്. മറ്റ് 4 പേരുടെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായ നിഖിൽ പൈലി, ജെറിൻ ജോജോ എന്നിവരുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള അപേക്ഷയാണ് പോലീസ് സമർപ്പിച്ചത്. തെളിവെടുപ്പിനും വിശദമായ ചോദ്യം ചെയ്യലിനും 10 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യം. കൊലപാതകം ആസൂത്രിതമാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും നിർണായക തെളിവായ കൊലയ്ക്കുപയോഗിച്ച കത്തി കണ്ടെത്താനായിട്ടില്ല. നിഖിലുമായി കോളേജ് പരിസരത്തും ഇടുക്കി കളക്ട്രേറ്റിന് മുന്നിലെ റോഡിലും കുറ്റിക്കാട്ടിലും ഇന്നലെ തെളിവെടുപ്പ് നടത്തിയെങ്കിലും കൊലയ്ക്കുപയോഗിച്ച കത്തി കണ്ടെത്താനാകാത്തത് വെല്ലുവിളിയാണ്. നിരവധി പേർ ചേർന്ന് ആക്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടെന്നാണ് നിഖിൽ പൈലി കോടതിയിൽ പറഞ്ഞത്. കേസിലെ മറ്റ് 4 പ്രതികളെയും വിശദമായി ചോദ്യം ചെയ്യും. അതിനിടെ പ്രതികൾ ജാമ്യാപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. DCC ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് KB ശെൽവമാണ് കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നത്. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 ഇടുക്കി. കൊലയാളിയായ നിഖിൽ പൈലിയേക്കാൾ ഭീകരനാണ് KPC അധ്യക്ഷൻ K സുധാകരനെന്ന് DYFI ദേശീയ അധ്യക്ഷൻ A റഹീം. സുധാകരൻ കോൺഗ്രസിന് മൃതസഞ്ജീവനി കൊടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ടൊന്നും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നും DYFI സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയിൽ റഹീം പറഞ്ഞു. ഈ കൊന്ന നിഖിൽ പൈലി ഉണ്ടല്ലോ, നിഖിൽ പൈലി, ആ നിഖിൽ പൈലിയേക്കാൾ ക്രൂരമായ അപകടകാരിയായി വർത്തമാനം പറയുന്നയാൾ ശ്രീ സുധാകരനാണ്.
സുധാകരനെ വെച്ചു നോക്കുമ്പോൾ നിഖിൽ പൈലിയെല്ലാം എത്ര ഭേദമാണെന്ന് പറയേണ്ടി വരും. ആലപ്പുഴയിൽ SDPI നേതാവ് ഷാൻ വധക്കേസിലെ 3 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. 8-ാം പ്രതി അഖിൽ, 12-ാം പ്രതി സുധീഷ്, 13-ാം പ്രതി ഉമേഷ് എന്നിവർക്കാണ് ജാമ്യം. ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കരുത് എന്നതടക്കമുള്ള കർശന ഉപാധികളോടെയാണ് ജാമ്യം. വാഹനം പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് പെരുമ്പാവൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു. കീഴിലം പറമ്പിൽ പീടിക സ്വദേശി അൻസിൽ ആണ് കൊല്ലപ്പെട്ടത്. കോതമംഗലം വടാട്ടുപാറ സ്വദേശി ബിജുവാണ് അൻസിലിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ബിജുവിനെയും ഇയാളെ സംഭവസ്ഥലത്ത് വാഹനത്തിലെത്തിച്ച അബിൻ ബെന്നിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ബിജു ജോലി ചെയ്തിരുന്ന പെട്രോൾ പമ്പിന് സമീപം അൻസിൽ വാഹനം പാർക്ക് ചെയ്തതിനെ തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതേ തുടർന്നുണ്ടായ പകയാണ് കൊലപാതകത്തിലെത്തിയത്. മലപ്പുറം എടവണ്ണയിൽ പൊള്ളലേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ അയൽവാസിയായ അമ്മയും മകളും കസ്റ്റഡിയിൽ. ഹോട്ടൽ ജീവനക്കാരനായ ഷാജി മരിച്ച സംഭവത്തിൽ അയൽവാസിയായ സുഹറാബി, മകൾ സഫിയ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വഴി തർക്കത്തെ തുടർന്ന് യുവാവിനെ അയൽവാസികൾ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി എന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഷാജി സ്വയം മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് കാര്യക്ഷമമായി നടപടിയെടുക്കുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു. ശബരിമല വാർത്തകളിലേക്ക്. മകരവിളക്ക് നാളെ. മകരസംക്രമ പൂജയ്ക്ക് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് പൂർത്തിയായി. കോവിഡ് വ്യാപന ആശങ്കകൾ നിലനിൽക്കുന്നതിനാൽ മകരവിളക്ക് ദിനത്തിൽ കാര്യമായ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ വൻ ഒഴുക്കാണ് അനുഭവപ്പെട്ടതെങ്കിലും കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ഇന്നലെ മുതൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് അനുഭവപ്പെടുന്നത്. മകരവിളക്ക് ദിനത്തിലും കാര്യമായ തിരക്ക് സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ അറിയിച്ചു. 70,000 പേർക്ക് വരെയുള്ള സൗകര്യങ്ങളാണ് ബോർഡ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് 50,000-ഓളം ഭക്തന്മാർ എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഇന്നിപ്പം ഏതാണ്ട് അതേ ഒരു നിലയിലേക്ക് അതിനപ്പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി കാരണം ഈ ഭീഷണി വലിയ തോതിലാണ്. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് മാറുന്ന നാളെ ഉച്ചയ്ക്ക് 2:29 മകരസംക്രമ പൂജ. പന്തളത്ത് നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 5:30 ശരംകുത്തിയിലെത്തും. ദേവസ്വം അധികൃതർ സന്നിധാനത്തേക്ക് ആനയിക്കുന്ന തിരുവാഭരണം ചാർത്തിയാണ് സന്ധ്യാദീപാരാധന. പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി ഭക്തർക്ക് ദർശിക്കാനായി പമ്പയടക്കം വിവിധയിടങ്ങളിൽ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മകരവിളക്കിന് ശേഷം ശബരിമലയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് സൂചനകൾ. ന്യൂസ് 18 സന്നിധാനം. പ്രസിദ്ധമായ പമ്പ സദ്യയ്ക്ക് തുടക്കമായി. ആലങ്ങാട് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പ്രധാന നടപ്പന്തലിൽ പമ്പ സദ്യ നടക്കുന്നത്. വിവരങ്ങളുമായ വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, പ്രസിദ്ധമായ പമ്പാ സദ്യയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ആലങ്ങോട്ട് സംഘം, അതായത് അയ്യപ്പൻ്റെ പിതാവിൻ്റെ സംഘം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ പിതാവിൻ്റെ പക്ഷത്തുള്ള സംഘം എന്നറിയപ്പെടുന്ന ആലങ്ങോട്ട് സംഘത്തിൻ്റെയാണ് ഇപ്പോൾ പമ്പാ സദ്യ ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് മാതാവിൻ്റെ സംഘം എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ സംഘത്തിൻ്റെ ഇതുണ്ടായിരുന്നു, പമ്പാ സദ്യ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇത് കഴിഞ്ഞ് ഇന്നലെയാണ് ഇവർ എരുമേലിയിൽ നിന്ന് പേട്ട കെട്ടി പമ്പയിലെത്തി തമ്പടിച്ചത്. അതിനുശേഷം ഇന്ന് പമ്പാ വിളക്കും കഴിഞ്ഞ് ഇന്ന് രാത്രിയോട് കൂടി സന്നിധാനത്തേക്ക് മടങ്ങും. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ പമ്പാ സദ്യ സംഘടിപ്പിച്ചിട്ടുള്ളത്. തികച്ചും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ആളുകളെ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് ഇങ്ങോട്ട് കടത്തിവിടുന്നത് ഉൾപ്പെടെ. എന്തായാലും പമ്പാ സദ്യ അല്പസമയം മുമ്പാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സനീഷ്, ശരി. മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിന്റെ അഭിമാനമായി ഡോക്ടർ എസ് സോമനാഥ്. ഉപഗ്രഹ സാങ്കേതികവിദ്യ കൂടുതൽ ജനകീയമാക്കുമെന്ന ISROയുടെ പുതിയ ചെയർമാൻ എസ് സോമനാഥ് ന്യൂസ് 18നോട്. കൃഷി, ജലസംരക്ഷണം, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കെല്ലാം സഹായകമാകുന്ന വിധത്തിൽ ISROയുടെ സേവനങ്ങൾ വിപുലീകരിക്കാൻ ശ്രമിക്കും. വാണിജ്യാടിസ്ഥാനത്തിൽ സേവനം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഈ മേഖലയിൽ, സ്പേസ് മേഖലയിൽ സാങ്കേതികമായിട്ട് വളരെ മുന്നേറിക്കഴിഞ്ഞ ഒരു നിലയിലാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. പ്രത്യേകിച്ചും റോക്കറ്റ് സാങ്കേതികവിദ്യ, ഉപഗ്രഹ സാങ്കേതികവിദ്യ, ആ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക, അതിനെ ഡിസെമിനേറ്റ് ചെയ്യുക, ഇതിനെല്ലാം നാവിഗേഷൻ ടെക്നോളജി, ഇതിലെല്ലാം നമ്മുടേതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. സ്വന്തമായ ഭാരതത്തിൻ്റെതായ ഒരു കയ്യൊപ്പ്. ഈ മേഖലയിലേക്ക് വരുന്ന പുതിയതായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ, ഇൻഡസ്ട്രികൾ, ഇവയ്ക്കെല്ലാം നമ്മൾ വഴിയൊരുക്കണം.
ആ വഴിയൊരുക്കുക കൂടി ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കൂടി ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഗവൺമെൻറ് ഇപ്പോൾ ഒരു ഓപ്പണിംഗ് അപ്പ് ദ സ്പേസ് സെക്ടർ എന്നുള്ള ഒരു പോളിസി കൊണ്ടുവന്നതനുസരിച്ച് നമ്മൾ ആ രീതിയിലേക്ക് കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഉപഗ്രഹം വഴി നേരിട്ട് ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ജനകീയ സംവിധാനത്തിന് ലോകരാജ്യങ്ങൾ യോജിച്ച് പ്രവർത്തിക്കണം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യം യാഥാർത്ഥ്യമാക്കും. ഏറ്റവും വലിയ ദൗത്യമാണിതെന്നും സാങ്കേതിക രംഗത്ത് ചില വിദേശ രാജ്യങ്ങളുടെ സഹായം വേണ്ടിവരുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ISROയുടെ തലപ്പത്തെത്തുന്ന 5ാമത്തെ മലയാളിയാണ് എസ് സോമനാഥ്. പുതിയ ചിന്തകളിലൂടെ ISROയെ ജനകീയമാക്കാൻ സോമനാഥിന് കഴിയുമെന്ന് ആ ജീവിതം തെളിയിക്കുന്നുണ്ട്. 7, 6, 5, 4, 3, 2, 1, 0. കഴിഞ്ഞ 35 വർഷമായി ഇങ്ങനെ കുതിച്ചുയരുന്ന ഓരോ PSLV റോക്കറ്റിലും കയ്യൊപ്പിട്ടയാൾ ആലപ്പുഴ തുറവൂർക്കാരൻ ഡോക്ടർ എസ് സോമനാഥിന്റെ ഔദ്യോഗിക ജീവിതവും PSLVയുടെ ചരിത്രവും ഒരുപോലെയാണ്. അടിക്കടി പരിഷ്കരിക്കപ്പെട്ട് സമകാലികമാകുന്ന കുതിപ്പ്. The GSLV Mark III is a 4-meter diameter class rocket with a payload capability of 4 ton to GTO. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം, ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം. 1985-ൽ ISROയിൽ ചേർന്നത് മുതൽ PSLVയുടെ രൂപീകരണത്തിലും വികസനത്തിലും പങ്കാളി. ആദ്യ PSLV പരീക്ഷണത്തിലും 2ാം ശ്രേണിയിലെ PSLV D2വിന്റെ വിജയത്തിലും ഇന്റഗ്രേഷൻ ടീം ലീഡർ. ഇതിനൊക്കെ അപ്പുറം ഇസ്രോയുടെ വാണിജ്യ വിക്ഷേപണങ്ങളുടെ സൂത്രധാരൻ. വാണിജ്യാടിസ്ഥാനത്തിനുള്ള ചെറു ഉപഗ്രഹങ്ങളുടെ ആശയവും ആവിഷ്കാരവും മറ്റാരുടേതും ആയിരുന്നില്ല. 3, 2, 1. We have ignition. ചന്ദ്രയാൻ 2ന്റെ വിക്രം ലാൻഡറിനുള്ള എഞ്ചിൻ രൂപകൽപ്പന ചെയ്ത സംഘത്തെ നയിച്ചയാൾ. PSLVയുടെ മാത്രമല്ല GSLV Mark IIIയുടെ പ്രോജക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ. ഇന്ത്യയുടെ അഭിമാനമായ C-25 ക്രയോജനിക് എഞ്ചിൻ രൂപകൽപ്പന ചെയ്ത സംഘത്തിന്റെ തലവൻ. 2018-ൽ VSSC ഡയറക്ടറായ ശേഷമാണ് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ് എന്ന ചെറു വിക്ഷേപണ വാഹിനികളുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. സാമ്പത്തികമായി രാജ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കിയതായിരുന്നു ആ കണ്ടുപിടുത്തം. And we have the potential to grow to become the most prominent country in the world in the next few years. GST ഉദ്യോഗസ്ഥ വത്സലകുമാരിയാണ് ഭാര്യ. മക്കൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. മാലികയും മാധവും. വിക്രം സാരാഭായ് മുതൽ ISROയ്ക്കുണ്ടായ 10 ചെയർമാൻമാരിൽ 5ാമത്തെ മലയാളിയാണ് സോമനാഥ്. MGK മേനോൻ, ഡോക്ടർ കസ്തൂരി രംഗൻ, G മാധവൻ നായർ, K രാധാകൃഷ്ണൻ എന്നിവരാണ് മുൻപ് ഈ പദവിയിലെത്തിയ മലയാളികൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.